السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فقد قال الله سبحانه وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، وفي ذلك فليتنافس المتنافسون. ബഹുമാനപ്പെട്ട പ്രബുദ്ധവും പ്രൗഢോജ്വലവുമായ പ്രഫുല്ലമായ വേദിയുടെ സമാദരണീയനായ അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ അബ്ദുസ്സലാം മൗലവി അൽ കൗസരി അവറുകളെ, മറ്റ് വേദിയിലും സദസ്സിലുമായി എന്നെ വീക്ഷിക്കുന്ന പ്രഗത്ഭരും പ്രമുഖരുമായ ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, വലിയൊരു സങ്കീർണമായ സമ്മർദ്ദങ്ങൾ രൂപപ്പെട്ട ഒരു സമയത്ത് ഇവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് ഏറെ നിർഭാഗ്യകരമായ ഒരു നിമിഷമായി ഞാൻ കരുതുകയാണ്. കാരണം കൂട്ടത്തിലുള്ള ഷബാബ് മൗലവിക്കും ആബിദ് മൗലവിക്കും പോകാനുള്ള ട്രെയിന് ഒരു വെളിപ്പാടകൽ എത്തിക്കഴിഞ്ഞു. എൻ്റെ കാര്യം ഒരല്പം ജാമ്യം ഉള്ള അവസ്ഥയാണെങ്കിൽ പോലും അവരോടൊപ്പം ഞാനും ഒരു സഹയാത്രികനാകാൻ ആഗ്രഹിക്കുന്ന ഈ നിമിഷത്ത് വലിച്ചു നീട്ടലിന് യാതൊരു പ്രസക്തിയുമില്ലാന്ന് ഞാൻ കരുതുകയാണ്. ഒറ്റവാക്കിൽ, നിങ്ങളുടെ മത്സര ഇനങ്ങൾ ഏറെ മനസ്സിനെ ഹഠാതാകർഷിച്ചു, മനസ്സിനെ വല്ലാതെ രോമാഞ്ചമണിയിച്ചുവെന്ന് ഒറ്റവാക്കിൽ ആദ്യമായി എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സീനിയർ വിദ്യാർത്ഥികളുടെയും ജൂനിയർ, സബ് ജൂനിയർ എല്ലാവരുടെയും അവരവരുടെ മാനസിക, അവരുടെ പ്രായത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ വീക്ഷിക്കുമ്പോൾ ഏറ്റവും ഉജ്ജ്വലമായ, അതിലേറെ ആകർഷണീയമായത് അൽഹംദുലില്ലാഹ് ഇപ്പോൾ തൊട്ടുമുമ്പ് വന്ന തഫ്സീറിൻ്റെ പ്രോഗ്രാമും അതേപോലെ തന്നെ അതിനു മുമ്പ് മലയാള പ്രസംഗവും സീനിയർ വിഭാഗത്തിൻ്റെ എല്ലാം വളരെ ഏതോ ഒരു വലിയൊരു സെമിനാറിൽ പങ്കെടുക്കുന്നതായൊരു പ്രതീതി. കൂടുതൽ പറഞ്ഞുകൊണ്ട് എൻ്റെ പുകഴ്ത്തലുകളുടെ ഭംഗി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനം നേരുകയാണ്. അതിലുപരി നിങ്ങളെ ഇതിനെ പ്രാപ്തരാക്കിയ വന്യരായ ഗുരുനാഥന്മാരെയും ഈ സന്ദർഭത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുവാനും ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ള കുട്ടികളെ, അൽഹംദുലില്ലാഹ്, ഒരു വലിയ മത്സരത്തിൻ്റെ ഒരു പരിസമാപ്തിയിലാണ്, സായാഹ്നത്തിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ നിൽക്കുന്നത്. ഏത് ടീമാണ് വാഴുക, ഏത് ടീമാണ് വീഴുക എന്ന അനിശ്ചിതത്വത്തിൻ്റെ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ എനിക്ക് നന്നായി വായിക്കാൻ കഴിയും. കാരണം സാസ്ബി ബഹൂത്തെ എന്നൊരു ചൊല്ല് ഫാരിസിയിലുണ്ട്. അമ്മായിയമ്മയും ഒരു നാൾ മരുമകളായിരുന്നു. അമ്മായിയമ്മയും ഒരു നാൾ മരുമകളായിരുന്നു. അതുകൊണ്ട് മരുമകളുടെ എല്ലാ മനഃശാസ്ത്രവും ഈ കലാപകാരിയായ അമ്മായിയമ്മയ്ക്ക് നല്ലതുപോലെ വശമുള്ളതാണ്. എന്നാലും അമ്മായിയമ്മ അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം എൻ്റെ മരുമകളോട് ചെയ്തു തീർക്കുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ തലങ്ങളിലൂടെ ധാരാളം കടന്നുപോയിട്ടുള്ളത് കൊണ്ട് ഒരൊറ്റ വാക്ക് പറയുകയാണ്: മത്സരം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ ഒരു 2 ദിവസം കൊണ്ട് മാത്രം മനാറിൻ്റെ ഈ കലാവേദിയിൽ മാത്രമായി നിങ്ങൾ പരിമിതപ്പെടുത്തരുത് എന്ന വളരെ സ്നേഹമസൃണമായ ഒരു ഉപദേശം, ഒരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. കാരണം മത്സരം എന്നുള്ളത് നമുക്കറിയാം. ഖുർആൻ്റെ ഒരു ആയത്ത് ഞാൻ ഓതി വെച്ചു: വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. സ്വർഗ ലബ്ധിക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് മത്സരബുദ്ധിയുള്ളവർ കടന്നു വരട്ടെ എന്ന് ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ലിമിസ്ലി ദാലിക ഫൽയഅമലിൽ ആമിലൂൻ. സ്വർഗലബ്ധിക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരും പണിയെടുക്കുന്നവരുമൊക്കെ കഷ്ടപ്പെട്ട് കൊള്ളട്ടെ എന്നും ഖുർആൻ പറയുന്നത് നമ്മളോടെല്ലാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും മത്സരബുദ്ധിയോടെ മുന്നോട്ട് ഗമിക്കണം, കുതിക്കണം. ഉജ്ജ്വലമായി നമ്മൾ ഭാവിയുടെ താരകങ്ങളായി നമ്മൾ ഉയരണമെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു അധ്യാപനം തന്നെയാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്നത്. മത്സരത്തിലൂടെ നമുക്കറിയാം, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓട്ട മത്സരം നടത്തിയ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അറിയാത്തവരുണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. അറിയാത്തവരുണ്ടോ? എല്ലാവർക്കും അറിയാമല്ലോ.
ആയിഷ റളിയല്ലാഹു തആല നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ അവിടെയുള്ള ചില ആളുകളൊക്കെ കാണിച്ചു തരാറുണ്ട്. ആ ഭാഗത്താണ് മസ്ജിദ് നബവിയുടെ ആ ദിശയിലാണ് ആയിഷ ബീവിയും പ്രവാചകനും ഓട്ട മത്സരം നടത്തിയത്. മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ചാബല്യങ്ങളെയും എല്ലാ നെഗറ്റീവിസത്തെയും ഒഴിവാക്കിയിട്ട് ഒരേ ദിശയിലേക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ സാധ്യതയും. നമുക്കറിയാം, മനുഷ്യനാണ്. നമ്മൾ വെറുതെ ഇരുന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ധാരാളം ചിന്തകൾ കടന്നുകൂടും. മനഃശാസ്ത്രം പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന ചിന്തകളിൽ 90% വേസ്റ്റാണെന്നാണ് പറയുന്നത്. 10% എടുക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന 10% ചിന്തയുള്ളൂ. ബാക്കിയെല്ലാം ഒന്നുകിൽ കഴിഞ്ഞു പോയ എന്തെങ്കിലുമൊക്കെ നൊസ്റ്റാൾജി ആയിരിക്കും, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ. ഇങ്ങനെ ധാരാളം ചിന്തകളുണ്ടാവും. 10% ചിന്തകളാണ്. അതിനെ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ വിജയികളെന്ന് മനഃശാസ്ത്രം പറയുമ്പോൾ, പ്രിയമുള്ള കുട്ടികളെ, നമ്മുടെ മനസ്സിലെ ചിന്തകളെ ഈ മത്സരത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും നല്ലതുപോലെ അതിനെ അപ്ഡേറ്റ് ചെയ്യാനും മനോഹരമായി അതിനെ പ്രതിഫലിപ്പിക്കാനും കഴിയുകയുള്ളൂ. സാധാരണ പറയാറുണ്ട്, മത്സരത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും ഉയർന്ന ആവിഷ്കാരത്തെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ വേദിയാണ് മത്സരം. നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ലത് 100 മീറ്റർ മത്സരത്തിൽ ഉസൈൻ ബോൾട്ട് 1 മിനിറ്റിൻ്റെ താഴെ അവിടെ ഫിനിഷ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. കാരണം ലോകം ഉറ്റുനോക്കുന്ന ഒളിമ്പിക്സിൻ്റെ വേദിയിൽ 1 മിനിറ്റിനെയും കഷ്ണിച്ചുകൊണ്ട് അദ്ദേഹം ഫിനിഷിംഗ് ലാപ്പിലേക്ക് ഓടിയെത്തുമ്പോൾ അതാണ് മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് മത്സരം 2 ദിവസത്തിൽ ഒതുക്കരുത് എന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ മത്സര ചിന്തയുണ്ടാകണം. ഏറ്റവും വലിയ മത്സരം ഏത് മത്സരമാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഏറ്റവും ഉയർന്ന മത്സരം ഏത് മത്സരമാണ്? ആരോട് മത്സരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല മത്സരമായി മാറുക? പറയാമോ? ആരോടായിരിക്കും? സ്വന്തത്തോട് മത്സരിക്കുക. സ്വന്തത്തോട് മത്സരിക്കുക. ധാരാളം കായിക താരങ്ങളെ നമുക്കറിയാം. സ്വന്തം റെക്കോർഡുകൾ പഴങ്കഥയാക്കുന്ന കായിക താരങ്ങളുണ്ട്. ചരിത്രം അവരെ വലിയ ഇതിഹാസമെന്നൊക്കെ ഓമന പേരിട്ടാണ് വിളിക്കുക. അതായത് സ്വന്തം റെക്കോർഡുകൾ പഴങ്കഥയാക്കുക, അതൊരു ദൗർബല്യമായി സ്വീകരിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രതിഭയുടെ ഏറ്റവും ലക്ഷണമൊത്ത ഒരു അടയാളമെന്ന് പറയുന്നത്. സ്വന്തം എന്നോട് ഞാൻ മത്സരിച്ചു കൊണ്ടേയിരിക്കുക. മറ്റുള്ളവരോട് മത്സരിക്കുന്നത് 2ാമത്തെ ഓപ്ഷനും എന്നോട് മത്സരിക്കുന്നത് 1ാമത്തെ ഓപ്ഷനുമായി കണ്ടാൽ തീർച്ചയായിട്ടും നമ്മളെ കീഴ്പ്പെടുത്താൻ ഈ ലോകത്ത് ഒരാൾക്കും സാധിക്കുകയില്ല. വേറൊരു കാര്യം മത്സരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ 13 വർഷം ദഅവത്തുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചപ്പോൾ പ്രവാചകന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല. പ്രവാചകന് വലിയ വലിയ ദീനിൻ്റെ നിയമങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയോ സമൂഹത്തിന് പഠിപ്പിക്കേണ്ടി വരികയോ ചെയ്തിട്ടില്ല. മറിച്ച് 13 വർഷം പ്രവാചകനെ പരീക്ഷണങ്ങളുടെ മൂശയിൽ അല്ലാഹു തആല വാർത്തെടുക്കുകയായിരുന്നു. പരീക്ഷണത്തിൻ്റെ വലിയൊരു മത്സരത്തിന് പ്രവാചകൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ആ പരീക്ഷണത്തിൽ പ്രവാചകനെ വാർത്തെടുത്തപ്പോൾ 10 വർഷം മദീനയിൽ ചെന്നിട്ട് വളരെ സുന്ദരമായി മനോഹരമായ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തെ പടുത്തുയർത്തുകയും എല്ലാ യുദ്ധങ്ങളിലും ഐതിഹാസികമായി വിജയം വരിക്കുകയും അങ്ങനെ ലോകത്തിന് വലിയൊരു മാതൃക പ്രവാചകൻ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ഇതേപോലെ നമുക്കൊരു 6 വർഷം ഹിഫ്ള് ഉൾപ്പെടെ 6, 7, 8, 9 വർഷം നമ്മളിവിടെ താമസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ പ്രതിഭയെ ഏറ്റവും മനോഹരമായി അണിയിച്ചൊരുക്കുന്ന, ഏറ്റവും മനോഹരമായി അതിനെ ഊതിക്കാച്ചിയെടുക്കുന്ന, ഏറ്റവും മനോഹരമായി അതിനെ ഡിസൈൻ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും പഠനത്തിന് ശേഷം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി നമുക്ക് നമ്മുടെ ആശയങ്ങളെ നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ നേരത്തെ സംസാരിച്ചു, ലിബറലിസം എന്ന് പറയുന്ന ഈ
പ്രപഞ്ചത്തിനെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഏറ്റവും മാരകമായ ഒരു അശ്ലീലമാണ് ലിബറലിസം പോലെയുള്ള, അല്ലെങ്കിൽ നാസ്തികത പോലെയുള്ള മനുഷ്യബുദ്ധിയുടെ എല്ലാ സീമകളെയും തകർത്ത് കളയുന്ന മനുഷ്യൻ്റെ ബുദ്ധി ഏതൊക്കെയോ പാശ്ചാത്യ യൂറോപ്യൻ ലോബികളുടെ കക്ഷത്തിന് മുന്നിൽ അടിയറ വെച്ചുകൊണ്ട്, പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകം ഇത്തരത്തിലുള്ള പിഴച്ച ആശയങ്ങളെ നെഞ്ചിലേറ്റുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഒരു സ്വാതന്ത്ര്യം മാത്രമാണ്, സർവതന്ത്ര സ്വാതന്ത്ര്യം. എല്ലാ വിലക്കുകളെയും മറികടന്നുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് അൽഹംദുലില്ലാ വളരെ ഭംഗിയായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഒറ്റ വാക്കും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഥവാ നമ്മൾ നമ്മുടെ കഴിവുകളെ വളർത്താൻ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, പരന്ന വായന നമുക്കുണ്ടാകണം. വായന എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ്, നിങ്ങളുടെ ഉള്ളിലുള്ള അറിവുകൾ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ പോകും. നമ്മൾ പോലും അറിയാതെ അറിവിൻ്റെ മേഖലയിൽ നമ്മൾ വലിയൊരു ഇതിഹാസമായി, പ്രതിഭയായി വളർന്നുകൊണ്ടേ പോകും. രണ്ടാമത്, നമ്മൾ എഴുത്ത് ശീലമാക്കണം. എഴുത്ത് അത് ശീലമാക്കിയാൽ മാത്രമേ അത് നമുക്ക് ശീലമാവുകയുള്ളൂ. ഞങ്ങൾ ഇടത്തിലെ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അധ്യാപകനായിരുന്ന സമയത്ത് ഒരു സുവനീർ ഇറക്കിയിരുന്നു. ആ സുവനീർ ഇറക്കിയപ്പോൾ അതിൻ്റെ കുറേ കേരളത്തിലെ പ്രഗത്ഭരായ ധാരാളം എഴുത്തുകാരെയും പ്രഭാഷകരെയുമൊക്കെ സമീപിച്ചു. എഴുത്തുകാർ അൽഹംദുലില്ലാ എഴുതി തരാമെന്ന് അവരേറ്റു. പ്രഭാഷകരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വേണമെങ്കിൽ 2 മണിക്കൂർ ഒന്ന് പ്രസംഗിക്കാം, എഴുതാൻ ലേശം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണ് ചെയ്തത്. അവർ പിന്മാറി. ആ പ്രഭാഷകരാരും എഴുതി തന്നിട്ടില്ല. ആ സുവനീറിൽ അവരുടെ ആരുടെയും ഒരു ലേഖനം പോലും വെളിച്ചം കണ്ടില്ല എന്നുള്ളതിന് എൻ്റെ നിരീക്ഷണം, എൻ്റെ ആയുസ്സ് സാക്ഷിയാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അതുകൊണ്ട് എഴുതി തന്നെയാണ് നമ്മുടെ എഴുത്ത് തെളിയുകയുള്ളൂ. ആദ്യം കുറേ തെറ്റുകൾ വരും. നിങ്ങളുടെ ലേഖനങ്ങളൊക്കെ ഞാൻ പരിശോധിച്ചിരുന്നു. അൽഹംദുലില്ലാ നല്ല നല്ല ലേഖനങ്ങളുണ്ട്, നല്ല നല്ല സൃഷ്ടികളുണ്ട്. എങ്കിലും കുറേ ശ്രദ്ധിക്കാനുണ്ടെന്ന് കൂടി അതിനോടൊപ്പം ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അക്ഷരത്തെറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ആശയങ്ങൾ അടുക്കോടെ അവതരിപ്പിക്കാൻ അത് എഴുതിക്കൊണ്ടേയിരിക്കണം. ഡയറി കുറിപ്പ് നിർബന്ധമായി നിങ്ങൾ എഴുതുന്ന ശീലമുണ്ടാകണം. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് കൂടുതലൊന്നും എഴുതണ്ട, 5-6 വരി എഴുതിയാൽ മതി. പക്ഷെ അത് ഹൃദയസ്പൃക്കായ രൂപത്തിൽ എഴുതുക. അനുഭവങ്ങൾ എഴുതാം, ഓർമ്മകൾ എഴുതാം, നൊസ്റ്റാൾജിയ എഴുതാം, ഭാവിയെക്കുറിച്ച് എഴുതാം, സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതാം, പഠനത്തെക്കുറിച്ച് എഴുതാം. ഇങ്ങനെ ഏതെല്ലാം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതും സ്പർശിക്കാത്തതും നമ്മുടെ ആവിഷ്കാരങ്ങളും ചിന്തകളും എല്ലാം നമ്മൾ എഴുതി കഥകൾ എഴുതാം, കവിതകൾ എഴുതാം, ലേഖനങ്ങൾ എഴുതാം, എന്തിനെക്കുറിച്ചും എഴുതാം. നിങ്ങൾ എഴുതി നിങ്ങളുടെ കഴിവിനെ തെളിയിക്കണം. എന്തുകൊണ്ടാണ്? എഴുത്തിലൂടെ നമ്മുടെ തൂലിക അല്ലേ, അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ച പടച്ചവൻ്റെ ആ ഒരു ആസ്തിക്യം, ആ ഒരു അടയാളം, അത് നമ്മുടെ വരികളിലൂടെ അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എഴുതണമെങ്കിൽ ധാരാളം വായിക്കണം. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം മൗലാന അലിമിയാൻ പറയുന്നുണ്ട്, ഏക് സഫഹ ലിഖ്നെ കോ 1000 സഫഹ പഠനെ കി ജറൂറത്ത് പഡ്തി ഹേ. 1000 പേജ് വായിക്കുമ്പോഴാണ് ഒരേ ഒരു പേജ് ഒരു മനുഷ്യന് എഴുതാൻ കഴിയുക. നമുക്കിപ്പോൾ ഇന്നത്തെ മോഡേൺ എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സാധാരണ പറയാറുണ്ട്, ഒരു കവിത എഴുതണമെങ്കിൽ 1000കണക്കിന് കവിത വായിക്കണം, ഒരു കഥ എഴുതണമെങ്കിൽ 1000കണക്കിന് കഥ വായിക്കണം. പക്ഷെ ഇന്നത്തെ മോഡേൺ എഴുത്തുകാരോട് ചോദിച്ചാൽ കഥ എഴുതുമ്പോൾ കഥയൊക്കെ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, എൻ്റെ കഥ തന്നെ വായിക്കാൻ സമയമില്ല. കഥ എഴുതുന്ന മോഡേൺ എഴുത്തുകാരോട് ചോദിച്ചാൽ എൻ്റെ കഥ തന്നെ വായിക്കാൻ സമയമില്ല, തിരക്കിനിടയിൽ എന്ത് ചെയ്യുക, വോയിസ് ടൈപ്പിങ്ങിൽ പെട്ടെന്ന് എഴുതി വിടുന്നതാണ്. അങ്ങനെ കഥ എഴുതിയിട്ടും അങ്ങനെ കവിത എഴുതിയിട്ടും അങ്ങനെ ലേഖനം എഴുതിയിട്ടും ഒന്നും ആകാൻ പോകുന്നില്ല. അലീമിയാനെ പോലെ ഇസ്ലാമിൻ്റെ ചിന്തകനെന്ന് ഈ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് അറബികളെ പോലും അമ്പരപ്പിച്ച മഹാരഥൻ്റെ ആ ജീവിതത്തിൻ്റെ ഓരോ വരികളും ലോകം ആവേശത്തോടെ ഏറ്റെടുത്തതും നമ്മൾ ആവേശത്തോടെ പഠനത്തിന് കരിക്കുലത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതുമെല്ലാം അദ്ദേഹം ഇത്തരത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേജുകൾ വായിച്ച് 1000കണക്കിന് പേജുകളിലേക്ക് അതിനെ പകർത്തി തന്നപ്പോഴാണ് അദ്ദേഹം ലോകത്തിൻ്റെ ഒരു അംഗീകരിക്കപ്പെട്ട പണ്ഡിതനായി മാറിയത്. അതുപോലെ മൂന്നാമതായിട്ട് എഴുതുകയും വായിക്കുകയും ചെയ്ത് മൂന്നാമതായിട്ട് നമ്മൾ ചർച്ചകൾ ചെയ്യുക, പ്രഭാഷണങ്ങൾ നടത്തുക. ഇത് മൂന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘടകമാണ്. നിർത്തുകയാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സമയം വളരെ അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും ചർച്ചകൾ ചെയ്ത് നിങ്ങൾ പ്രഭാഷണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം
ഉള്ളിലുള്ള ആ കഴിവുകൾ വെളിയിലേക്ക് പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം കഴിയണം. അതേപോലെ തന്നെ അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രായോഗികമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണം. അഥവാ വായിച്ച് നിങ്ങൾക്ക് കിട്ടിയ അറിവ്, നിങ്ങൾ എഴുതി നിങ്ങൾ പ്രതിഫലിപ്പിച്ച കഴിവ്, അതുപോലെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ പ്രസംഗിച്ച് എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കഴിവുകൾ അതിനെ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, പ്രായോഗികമായി അതിനെ പ്രതിഫലിപ്പിക്കാമെന്ന് അതെങ്ങനെയാണെന്ന് അതിനെപ്പറ്റി ആലോചിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ കഴിവുകൾ അത് നമുക്കും സമൂഹത്തിനുമൊക്കെ പ്രയോജനപ്പെട്ടതായി മാറുകയുള്ളൂ. ധാരാളം കാര്യങ്ങൾ പറയാൻ തീർച്ചയായിട്ടും മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്, തുടികൊട്ടുകയാണ്. പക്ഷേ സമയപഥം എന്നെ വല്ലാതെ പിന്നോട്ട് വലിക്കുന്നു. ശബാബ് ഉസ്താദും രണ്ടാമതായി എന്നെ പിന്നോട്ട് വലിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുന്നത് അതൊരു ആത്മഹത്യാപരമാണ്, എനിക്കല്ല, ഈ രണ്ട് പ്രതിഭകൾക്ക്. അതുകൊണ്ട് അവരോടൊപ്പം സഹയാത്രികനാകാൻ ആഗ്രഹിക്കുന്ന ഞാനും അൽഹംദുലില്ലാ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുവാനും വിടവാങ്ങുവാനും ഞാൻ ആലോചിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നിലയിലുള്ള ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും പ്രശംസകളും നൽകിക്കൊണ്ട് ഇനിയും നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തണം. അൽഹംദുലില്ലാ ഇന്നിവിടെ എത്തുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ അല്ലേ, ഞാൻ കണ്ടറിഞ്ഞ, ഞാൻ സ്നേഹത്തിൽ എൻ്റെ സ്നേഹവലയത്തിൽ ഉൾപ്പെടുത്തിയ ചെറുതും വലുതുമായ എൻ്റെ പ്രായത്തിനൊപ്പമുള്ളതും താഴെയുള്ളതുമായ ശിഷ്യഗണങ്ങൾ ഉൾപ്പെടെയുള്ള അവരെയൊക്കെ വിളിച്ചപ്പോൾ കാണാനും വരാനും അതുപോലെ പരിപാടി ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട്. അതെല്ലാം രേഖപ്പെടുത്തി ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസയും സന്തോഷവും അതിൻ്റെ എല്ലാ ഔപചാരികതകളും നൽകിക്കൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.